സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാനിലെ ബുഷഹർ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനം തകർന്നതായി ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. വെടിനിർത്തൽ കരാർ നീട്ടാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാർ അന്തിമമാക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരത്തിനായി കാക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ സമാധാന കരാർ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ അത് നീട്ടാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായി. അത് എന്തായാലും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ സമാധാന ചർച്ചകൾ അതൊരു വഴിക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ വന്ന ആക്രമണ റിപ്പോർട്ടുകൾ, അതിന്റെ സാധ്യത എന്താണ്? ഗുഡ് മോർണിംഗ് പ്രജിൻ വർഷ. യുഎസും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ അത് നീട്ടുന്നതിനും അതുപോലെ ഈ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ നീക്കുന്നതിനും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഇനിഷ്യൽ ധാരണയിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ ഈ കരാറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ല. കരാർ പൂർണ്ണമായിട്ടും ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. ഈ പുതിയ ധാരണയനുസരിച്ച് നിലവിലുള്ള താൽക്കാലിക കരാർ അതൊരു 60 ദിവസത്തേക്കും കൂടി നീട്ടാനാണ് രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഈ നമുക്കറിയാം വിവാദപരമായിട്ടുള്ള ആണവ പദ്ധതി അത് ഉൾപ്പെടെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് രണ്ട് രാജ്യങ്ങളും തുടർ ചർച്ചകളായിട്ട് ഈ 60 ദിവസങ്ങളിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതേസമയം ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ സർവീസുകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ധാരണയാകും എന്നാണ് ഒരു ആശ്വാസമുള്ള ഒരു വാർത്ത ഈ സമയത്ത് വരുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ബുഷഹറിന് സമീപം അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടു എന്ന് ഇറാന്റെ ചില ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ബുഷഹറിന്റെ സമീപം ഒരു വിമാനവും തകർക്കപ്പെട്ടിട്ടില്ലെന്നാണ് US സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ബന്ദർ അബ്ബാസ് ആക്രമണത്തിന് കാരണക്കാരായിട്ടുള്ള US സൈനിക താവളം ലക്ഷ്യമിട്ടതായിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിക്കുകയും ചെയ്തു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പും ഇതോടൊപ്പമുണ്ട്. പ്രജിൻ വർഷ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.